ഇടിമിന്നലേറ്റ് 4 ചെറുപ്പക്കാർ മരിച്ച സംഭവം അങ്ങേയറ്റം വേദനയോടുകൂടിയാണ് നമുക്ക് ആ വാർത്ത നമ്മളിലേക്ക് വരുന്നത്. വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഫഹദ്, സിയാദ്, റഹീസ്, വഹാസ് എന്നിവരാണ് മരിച്ചത്. 3 പേർ ചികിത്സയിലാണ്. വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. അവർ പ്രദേശവാസികളാണ്. അവരെ സമീപത്തുള്ള പാറയുടെ പുറത്ത് അവർ വ്യൂ പോയിന്റിൽ പാറപ്പുറത്ത് കയറി ഇരിക്കുകയായിരുന്നു. കാറ്റുകൊള്ളാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ദുരന്ത നിവാരണ വിദഗ്ധ ഡോക്ടർ KG താര നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. മാഡം, ഇപ്പോൾ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നത് വളരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇത്തവണ വലിയ പ്രഹരശേഷിയുള്ള ഇടിമിന്നലൊക്കെ ഉണ്ടാകുമെന്നതാണ്. എങ്ങനെയാണ് സത്യത്തിൽ ഇപ്പോൾ മങ്കടയിലെ കാര്യം നമ്മുടെ മുന്നിലൊരു വലിയ വേദനയായി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ, എങ്ങനെയാണ് നമ്മളൊരു മുൻകരുതൽ എടുക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിപ്പോ ഞാൻ ഈ വിഷ്വലില് കാണുന്ന വളരെ സങ്കടകരമായ ഒരു കാഴ്ച കേട്ടോ, ഈ വാർത്തയും. ഈ അവിടെ അധികം മരങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇവര് നിന്നിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കണ്ട വാർത്തയിൽ അങ്ങനെയാണ് കണ്ടത്. ഈ മരങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും പൊക്കമുള്ള സാധനത്തിനെയാണ് ഇത് ആദ്യം പിടിക്കുന്നത്. ഈ മോളിൽ നിന്ന് ഉള്ള ഇടിമിന്നല് അങ്ങനെയാണ് പിടിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പാറപ്പുറത്ത് ഇവര് ഇരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും പൊക്കമുള്ള ഒരു കുന്നിന്റെ പുറത്ത്, അതും പാറപ്പുറത്ത് കയറി ഇരിക്കുമ്പോൾ അവിടെ വേറെ അതിനേക്കാളും അവരിയ്ക്കുന്നതിനേക്കാളും പൊക്കമുള്ള വല്ല വസ്തുക്കളോ വീടോ അല്ലെ വേറെ എന്തെങ്കിലും സ്ഥാപനങ്ങളോ ഒക്കെ ഉണ്ട്, മരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയായിരിക്കും ആദ്യം അത് മിന്നൽ ആക്രമിക്കുന്നത്. അപ്പോൾ മിന്നൽ ഏൽക്കാനുള്ള സാധ്യത അത്തരം വസ്തുക്കൾക്കാണ്. ഇവര് തുറസായ ആ പ്രദേശത്ത് പാറപ്പുറത്തിരിക്കുമ്പോൾ ഏറ്റവും അപകടാവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. അതൊന്ന്. രണ്ട്, ഇവര് കൂട്ടം കൂടി ഇരിക്കുകയായിരുന്നിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നമ്മൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ മിന്നലേൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരാളിൽ നിന്ന് അകലം പ്രാപിച്ച് അകലം ഒന്ന് അകലത്തിൽ നിന്ന് കഴിഞ്ഞാൽ മിന്നലേൽക്കാനുള്ള സാധ്യത കുറഞ്ഞു വരികയും ചെയ്യും. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർത്ത് പറയാനുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ വേനൽ മഴ, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ള വേനലിന്റെ കാഠിന്യത്തിലുള്ള ആ സമയത്തുള്ള മഴ, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇടിമിന്നലാണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഇടിമിന്നൽ. ഇത് എത്ര മണിക്കാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു വൈകുന്നേരം 3 മണി തൊട്ട് ഒരു 5 മണി വരെയുള്ള ഈ സമയമാണ് ഏറ്റവും അപകട സാധ്യതയുള്ളതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഈ വേനൽ മഴയുടെ സമയത്ത് ഇത്തരം ദുരന്ത സാധ്യതകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അഥവാ നമ്മൾ തുറസായ സ്ഥലത്ത് പെട്ടുപോവുകയാണെങ്കിൽ ഈ ഒരു ഇടിമിന്നൽ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ വേറെ എവിടെയും നമുക്ക് ഓടി ഒളിക്കാൻ ഒരു സ്ഥലമില്ല മരത്തിന്റെ എന്നുണ്ടെങ്കിൽ മരത്തിന്റെ അടിയിൽ ഒരു കാരണവശാലും പോയി നിൽക്കരുത്. കാരണം മരത്തിൽ അടിക്കുന്ന ഇടിമിന്നല് ഭൂമിയിൽ കൂടി കടന്നു വന്ന് നമ്മളെ അത് ബാധിക്കും. അങ്ങനെ തുറസായ സ്ഥലത്ത് പെടുകയാണെങ്കിൽ അത് നമ്മൾ കൂനിക്കൂടി കുത്തി ഇങ്ങനെ ഇരിക്കുക. അതായത് മുട്ടുകാലില് തല നെറ്റി ചേർത്ത് വെച്ച് നമ്മളിങ്ങനെ ഇരിക്കുമല്ലോ, അങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ചില ആളുകൾ പറയും കിടന്നാൽ മതി എന്ന് പറയും. പക്ഷെ കിടക്കുന്ന ഈ തറയിൽ ഭൂമിയിൽ കൂടി ഈ കറണ്ട് പാസ് ചെയ്യും, ഈ ഇടിമിന്നലിന്റെ ഈ കറണ്ട് പാസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തറയുമായിട്ടുള്ള ബന്ധം ഏറ്റവും കുറവായിട്ട് വയ്ക്കുക. നമ്മുടെ പൊക്കം ഏറ്റവും കുറച്ചും വയ്ക്കുക. അപ്പൊ തറയുമായിട്ടുള്ള ബന്ധം ഏറ്റവും കുറച്ച് വെക്കണമെങ്കിൽ നമ്മൾ കിടന്നാൽ പറ്റില്ലല്ലോ. ഇരിക്കുമ്പോൾ കാൽപാദം മാത്രമല്ലേ തൊടുന്നുള്ളൂ. ഇതുകൊണ്ട് പൂർണ്ണ രക്ഷ കിട്ടും എന്നുള്ള അർത്ഥമില്ല, പക്ഷെ നമ്മുടെ അപകട സാധ്യത കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഒരു പക്ഷെ ഇവര് അത്തരം കാര്യങ്ങൾ അറിയാതെ അവിടെ പോയി ഇരുന്ന കുഞ്ഞുങ്ങളായിരിക്കാം എന്നാണ്. അതെ, ഡോക്ടർ KG താര, മാഡം, ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്യൂ പോയിന്റ് ആയിരുന്നു, തുറസായ സ്ഥലമാണ്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് ഏറ്റവും ഉയരത്തിലുള്ള പോയിന്റ് ആയിരുന്നു. അവിടെ ഒരു പാറയുടെ മുകളിൽ ഇവർ കാറ്റുകൊള്ളാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. സാധാരണ നമ്മൾ ഈ നഗരപ്രദേശത്തുള്ളവരൊക്കെ വേറെ എന്തെല്ലാം, അതായത് ഇപ്പോൾ വാഹനങ്ങളിൽ ഉണ്ടെങ്കിൽ അത് കുറേ കൂടി, വാഹനങ്ങളിൽ പോകുമ്പോൾ കുറേ കൂടി സേഫാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെയൊക്കെ തന്നെയാണോ? അതോ ഈ നഗരത്തിലും ഗ്രാമത്തിലും ഒക്കെ കഴിയുന്നവർ വെവ്വേറെ തരത്തിലാണോ അവർ ഈ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത്? തീർച്ചയായിട്ടും വേറെ രീതിയിലാണ് മുൻകരുതൽ. ഈ വാഹനങ്ങളിൽ പോകുമ്പോൾ കുറച്ചുകൂടെ സുരക്ഷിതമാണ്. നമ്മൾ ആ ഇടിമിന്നൽ ഏൽക്കുമ്പോൾ ഈ ഡോറിൽ മെറ്റലാണല്ലോ, അത് ലോഹ വസ്തുവാണല്ലോ. അപ്പൊ അതിൽ തൊടാതെ
നമ്മൾ സീറ്റിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നത് കുറെ കൂടി നമ്മുടെ അപകട സാധ്യത കുറയ്ക്കും. പിന്നെ ടയർ അത് താഴെയുണ്ട്, അപ്പൊ അത് ഒരു പ്രൊട്ടക്ഷൻ ഇതാണ്. ഈ ഡോറിൽ അപ്പോൾ പിടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. പിന്നെ നമ്മൾ ആ സമയത്ത് ഇപ്പം നമ്മൾ റോഡിൽ വാഹനത്തിലല്ല എന്ന് വിചാരിച്ചോളൂ, റോഡിൽ നടന്നു പോകുമ്പോഴാണ് ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ആളുകൾ ഓടി ഇത് ഇടിമിന്നൽ വരുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാമെന്നുള്ളതിൽ ആ ഓടുമ്പോൾ ഒരു കാല് മറ്റേ കാലുമായിട്ടുള്ള ഒരു അകലം ഉണ്ടല്ലോ, ആ അകലം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഇപ്പൊ അതൊന്നും നോക്കിയില്ലെങ്കിലും ഈ വോൾട്ടേജ് ഡിഫറൻസ് അത് വ്യത്യാസമുണ്ടാകും. അപ്പോൾ കൂടുതൽ അപകട സാധ്യത ഉണ്ടാകുന്നതാണ്. കാലുകൾ അടുപ്പിച്ച് നമ്മൾ എവിടെയെങ്കിലും എന്ന് വെച്ചാൽ റോഡിന്റെ നടുക്ക് നിൽക്കണം എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സുരക്ഷിത സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മളെക്കാളും പൊക്കമുള്ള വസ്തുക്കളുടെ അടിയിൽ പോയി നിൽക്കാതിരിക്കുക, കുറച്ച് മാറി നിൽക്കുക, കാലുകൾ അടുപ്പിച്ച് ചേർത്ത് വെച്ച് നിൽക്കുക. ഒരാളിൽ നിന്നൊരു തിയറി പ്രകാരം 3 മീറ്ററെങ്കിലും അകലം വേണമെന്നാണ്. ഇപ്പോൾ പക്ഷെ അത് ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഒരാളിൽ നിന്ന് 3 മീറ്റർ ഒന്നും അകലം പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ കൂട്ടം കൂടി നമ്മൾ ഇടിമിന്നൽ നിൽക്കാതിരിക്കുക. നമ്മൾ എപ്പോഴും ഇടിമിന്നൽ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ചേർന്ന് നിൽക്കാനാണ് നമ്മുടെ ഒരു പൊതുവെയുള്ള ഒരു രീതി നമ്മൾ കാണുന്നത്. കൂട്ടം കൂടി അങ്ങനെ നിൽക്കും ഇത് പേടിച്ചിട്ട്. പക്ഷെ അകന്നകന്ന് നിൽക്കുന്നതാണ് ഈ അപകടം കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം. പിന്നെ ഈ ലോഹവസ്തുക്കളിൽ പിടിക്കാതിരിക്കുക. ഈ പലപ്പോഴും അപകടം സംഭവിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കുളിക്കാൻ പോകും നമ്മൾ. പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം വേറെ TV കാണാനില്ല, ഒന്നും ചെയ്യാനില്ല, അപ്പൊ അതുകൊണ്ട് എന്നാ കുളിക്കാം. അപ്പൊ ഈ പൈപ്പ് പലതും ലോഹ പൈപ്പുകളാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ കുളിക്കുന്നത് ഒരുപാട് അപകടം ഉണ്ടാക്കി വയ്ക്കും. വീട്ടമ്മമാര് പൊതുവെ പാചകം ചെയ്യുന്ന ആരാണെങ്കിലും, വീട്ടച്ഛനാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും ആ സമയത്ത് കത്തി അങ്ങനെയുള്ള ലോഹ പദാർത്ഥങ്ങള് കൈകൊണ്ട് തൊടുന്ന, പാത്രം കഴുകുമ്പോഴും ഇതേ പൈപ്പിന്റെ ലോഹവസ്തു അല്ലേ. അപ്പൊ അവിടെ അങ്ങനെ നിൽക്കുന്നതും വെള്ളം ഉപയോഗിക്കുന്നതും വെള്ളം നമ്മൾ തൊടുന്നതും ഒക്കെ അപകട സാധ്യത കൂട്ടും. വീട്ടിനകത്താണെങ്കിൽ അതിന് വേറെ ചില നടപടിക്രമങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് അടുക്കളയിലും അല്ല, നമ്മൾ കുളിമുറിയിലും അല്ലാതെ നമ്മൾ ഒരു മുറിക്കകത്താണെങ്കിൽ കാലുകൾ കഴിയുന്നതും തറയുമായിട്ട് ബന്ധപ്പെടാതെ കസേരയിൽ ഒന്ന് കാല് തറയിൽ വെക്കാതെ ഒന്ന് ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കുക. ചെരുപ്പിട്ടത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഇല്ല, കാരണം അത്ര വോൾട്ടേജ് ഉള്ള കറണ്ടാണ് ഈ വരുന്നത്. ഈ ചുമരുകൾ കൂടുതലുള്ള മുറി ഏതാണോ അവിടെ പോയി ഇരിക്കുക. ചുമര് കൂടുതലുള്ള മുറികൾ എപ്പോഴും ഇടനാഴികളിലാണ്. ഇപ്പൊ നമ്മൾ ബാത്റൂമിലേക്ക് പോണ വഴിക്ക് ഒരു ചുമരും കൂടി അഡീഷണൽ ആയിട്ടുണ്ടാവും, എക്സ്ട്രാ കൂടുതലായിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഇടിമിന്നൽ ഏൽക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവെ നമ്മളെ വീട്ടു മൃഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ നായ്ക്കള് നമ്മൾ വളർത്തുമല്ലോ, നാടൻ നായ്ക്കളാണ് കുറച്ചുകൂടി ബുദ്ധിയുള്ളതായിട്ട് കാണുന്നത്. ആ നായ്ക്കള് എവിടെയാണോ പോയി ഇരിക്കുന്നത് അത് കുറേയും കൂടി സുരക്ഷിതമായ സ്ഥലമായിട്ടാണ്. അവർക്ക് നമ്മളെക്കാളും ബുദ്ധിയുണ്ട്, ഈ ഇത്തരം കാര്യങ്ങളോട് കുറേയും കൂടി സെൻസിറ്റിവിറ്റിയും ഉണ്ട്. അപ്പോൾ അവര് പോയിരിക്കുന്ന സ്ഥലം വാസ്തവത്തിൽ നമ്മളും കൂടി അവരുടെ ഒപ്പം പോയിരിക്കുന്നതാണ്. മുറിക്കകത്താണെങ്കിൽ ചുമരിനോട് ചേർന്നിരിക്കാതിരിക്കുക, ജനലിന്റെ അടുത്തും പോയി ഇരിക്കാതിരിക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ശരി, ഏതായാലും വളരെയധികം നന്ദി ഡോക്ടർ KG താര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.